വീണുപോയിട്ട് വിശുദ്ധരായ മനുഷ്യരുണ്ട്. ദാവീദിനെ പോലെ, അതിനോടൊപ്പം തന്നെ ശലോമോനെ പോലെ, പത്രോസിനെ പോലെ ഒക്കെ വീണുപോയി പിന്നീട് അനുതപിച്ച് വിശുദ്ധരായ ഒത്തിരി മനുഷ്യരുണ്ട്. എന്നാൽ ദൈവം നൽകിയ വിശുദ്ധി അത് ആരംഭം മുതൽ അവസാനം വരെ കാത്ത മഹിമയുള്ള വിശുദ്ധന്മാരുമുണ്ട്. അങ്ങനെയുള്ളവരുടെ പേരുകളും തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അത് ഹാനോക്ക് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്, യോശുവ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്, പഴയ നിയമത്തിലെ യോസഫ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്, ദാനിയേല് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്, തീച്ചൂളയിൽ എറിയപ്പെട്ട 3 പൈതങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അവസാനം വരുന്ന വാഗ്ദത്ത ദേശമാകുന്ന കാനാനിലേക്ക് എത്തുവാൻ തക്കോണം കാല് നീട്ടിവെച്ച് നടന്നാൽ ഒരു 40 ദിവസം കൊണ്ടെത്താവുന്ന ദൂരമൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയ ദൂരത്തിലൊന്നുമല്ല ഈ നിങ്ങൾ ഭയപ്പെടേണ്ട, വരുവീൻ, നമുക്ക് ആ ദേശം കൈവശമാക്കാം. യഹോവയാകുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഓടിച്ചു കളയുവാൻ സാധിക്കും. ആ ദേശം നമുക്ക് കൈവശമാക്കാം. ഇത് കേൾക്കുമ്പോൾ വീണ്ടും യോശുവ ചേർന്നെന്ന് പറയുകയാണ്, അവർ രണ്ടുപേരും ചേർന്നെന്ന് പറയുകയാണ്, നമുക്ക് സാധിക്കും. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ ദേശം നമുക്ക് അവകാശമാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിരാശയുടെ പടുകുഴിയിലായി പോയ ഒരു ജനതയെ പ്രത്യാശയുടെ തിരുനാളം കൊണ്ട് ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം കാലേബ് ആഗ്രഹിച്ചു. പക്ഷെ ജനത അത് കേട്ടില്ല. അതാണ് വേദപുസ്തക ചരിത്രം കൃത്യമായി സാക്ഷിക്കുന്നത്. ജനത അത് കേട്ടില്ല. നമ്മളെപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ശരിയാണെന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ശരിയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ന്യൂനപക്ഷത്തിൻ്റെ അഭിപ്രായമായിരിക്കും മിക്കവാറും ശരിയാകുന്നത് അത്രയും. അത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില വെട്ടങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. യേശുക്രിസ്തുവിനെ കുരിശിക്കുക എന്നുള്ളത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ്. പക്ഷേ ആ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ശരിയായ അഭിപ്രായം ആയിരുന്നില്ല. ഞങ്ങൾക്ക് ആരാധിക്കുവാൻ തക്കവണ്ണം കാളക്കുട്ടി ഉണ്ടാക്കി തരിക എന്നുള്ളത് അഹറോന്റെ മുമ്പിലുള്ള ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമായിരുന്നു. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനാണ് അഹറോൻ ചെവി കൊടുത്തത്. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ യഹോവയാകുന്ന ദൈവം മാനിക്കുന്നതായി നാം പഴയ നിയമ പുസ്തകത്തിൽ വായിക്കുന്നില്ല. അതുകൊണ്ട് ചില ന്യൂനപക്ഷത്തിന് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവർക്ക് ചില വെളിപാടുകൾ ദൈവം തന്നെ നൽകും. ആ വെളിപാടുകൾക്ക് പിന്നിൽ ഇത് പ്രാർത്ഥനയോടെ നടന്നു നീങ്ങുക എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്തം കൂടിയാണ്. ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ച ഒന്നാമത്തെ പരാജയം എന്താണ്? ഇവിടെ ആത്മബലമുള്ള ആത്മവെളിച്ചമുള്ള കാലേബ് പറഞ്ഞ വാക്കുകളെ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം അവർക്ക് ഇടയായില്ല. അവരവരുടെ യുക്തി കൊണ്ടാണ് അതിനെ അളക്കുവാൻ പോയത്. ഈ ദേശത്തിലേക്ക് എങ്ങനെ നമുക്ക് കയറുവാൻ തക്കവണ്ണം സാധിക്കും? അവിടെ ചെന്നാൽ നിവാസികൾ നമ്മെ കൊന്നുകളയുന്നവരാണ്, അതുകൊണ്ട് തിരികെ പോകാം എന്നുള്ള 10 പേരുടെ വാക്കുകളാണ് അവർ കേട്ടത്. പക്ഷേ കാലേബ് നിരാശയുടെ പടുകുഴിയിൽ പ്രത്യാശയുടെ തിരി തെളിയിക്കുവാൻ ശ്രമിച്ചവനാണ്. ഇങ്ങനെ നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ പ്രത്യാശയുടെ തിരി തെളിയിക്കുവാൻ ശ്രമിച്ചാൽ മതി. ദൈവം നമ്മെ വളരെ സ്നേഹത്തോടെ തൻ്റെ മാറോട് ചേർത്ത് നിർത്തും. നമ്മുടെ സംഭാഷണങ്ങളും അഭിപ്രായങ്ങളും ഒരുപക്ഷെ ആരും കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടണമെന്നുമില്ല. പക്ഷെ ദൈവസന്നിധിയിൽ അതിന് വിലയും നിലയും മാന്യതയും ഒക്കെ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇത് നിരാശയുടെ പടുകുഴിയിൽ അവൻ പ്രത്യാശയുടെ തിരുനാളം തെളിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യഹോവ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരെയാണ്. വാക്കുകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ജീവിതം കൊണ്ടും അനേകർക്ക് പ്രകാശമായി മാറുവാൻ തക്കവണ്ണം സാധിക്കുന്ന മനുഷ്യരെ. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബലം എന്താണ്? ഭാരത പാരമ്പര്യത്തിൽ പറയുന്നത് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് ദൈവാശ്രയത്തോടു കൂടിയ ഇച്ഛാശക്തിയാണ്. ദൈവാശ്രയത്തോടു കൂടിയ ഇച്ഛാശക്തി. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമുക്കില്ലാതെ പോകുന്നത് അത്രയും അതാണ്. ദൈവാശ്രയം ഇല്ല, ഇച്ഛാശക്തി ലവലേശമില്ല. ചില മനുഷ്യർക്ക് ഇച്ഛാശക്തി ഉണ്ട്, ദൈവാശ്രയം ഇല്ല. ദൈവാശ്രയത്തോടു കൂടിയ ഇച്ഛാശക്തിയുള്ള മനുഷ്യർക്ക് മാത്രമേ ഈ ലോക ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. നമുക്ക് ദൈവാശ്രയം ഇല്ലാത്തത് കൊണ്ട്, ദൈവാശ്രയത്തോടു കൂടി ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ട് നിരാശ വല്ലാതെ നമ്മുടെ ഇടങ്ങളിൽ ഇങ്ങനെ പടരുകയാണ്. ഡോക്ടർ ബി ഇക്ബാൽ സാറ് കഴിഞ്ഞ കുറച്ചു കാലത്തിന് മുമ്പ് എഴുതിയൊരു കുറിപ്പ് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കേരളത്തിൽ ഈ പുതിയ വർഷങ്ങളിൽ കടന്നു വരുവാൻ തക്കവണ്ണം 1-ാം സ്ഥാനത്ത് എത്തുവാൻ തക്കവണ്ണം സാധ്യതയുള്ള രോഗമേതാണ്
അദ്ദേഹം പറയുകയാണ്, ഇതുവരെ ഹൃദ്രോഗമായിരുന്നു, എന്നാൽ ഇനി അതല്ല, ഡിപ്രഷനാണ്, നിരാശാരോഗമാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യരെയും ബാധിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. നമ്മൾ ഈ വലിയ കോവിഡിൻ്റെ ആ ഒരു വലിയ കരാളഹസ്തത്തിൽ നിന്ന് മുക്തമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് തകർത്ത സാമ്പത്തിക വ്യവസ്ഥിതി, അത് തകർത്തതാകുന്ന നമ്മളുടെ ജീവിത വ്യാപാരങ്ങൾ, അത് തകർത്തതാകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവേഗങ്ങൾ, ഇവയൊക്കെ തിരികെ പിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സത്യത്തിൽ നമ്മുടെ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് ഒരു 10-20 വർഷം കൂടി വേണ്ടി വരും നമ്മളൊന്ന് ഇതിൽ നിന്ന് കരകയറുവാൻ തക്കവണ്ണം. സത്യത്തിൽ നമ്മളുടെ ചെറിയ ചെറിയ ഭവനങ്ങളെ പോലും ഇത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ കോവിഡ് കാലത്തിന് ശേഷം നിരാശാരോഗം ബാധിച്ച് ഭവനങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുണ്ട്. മറ്റാരോടും ദുരിതങ്ങൾ പറയുവാൻ സാധ്യമാകാതെ ഈ ലോക ജീവിതത്തിൽ നിന്ന് കടന്നുപോയ മനുഷ്യരുണ്ട്. അതിൻ്റെ വേദനകളിലും വ്യഥകളിലും ഒക്കെയായി മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒത്തിരി മനുഷ്യർ പലയിടങ്ങളിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരാശ പലയിടങ്ങളിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇനി കേരള നാട്ടിൽ രൂപപ്പെട്ടു വരുവാൻ തക്കവണ്ണം സാധ്യമാകുന്ന പ്രബലമാകുന്നൊരു രോഗമെന്ന് പറയുന്നത് ഡിപ്രഷനാണ്. കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കെങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? ബുദ്ധന്മാർ എപ്പോഴും 3 ഉപദേശങ്ങൾ സന്യാസാർത്ഥികളായി കടന്നു വരുന്ന മനുഷ്യർക്ക് കൊടുക്കും. അവരോട് പറയും, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസവും അതിനോടൊപ്പം തന്നെ വേദനകളും നിങ്ങളെ തകർത്ത് കളയാതിരിക്കുവാൻ തക്കവണ്ണം 3 കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും പറയണം, ഈ പരിമിതിയെ മറികടക്കാൻ തക്കവണ്ണം എനിക്ക് സാധിക്കും. എപ്പോഴും പറയണം, ഈ പരിമിതിയെ മറികടക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധിക്കും. നമ്മുടെ വർത്തമാന സഭയിലെ ഒരു അച്ഛൻ എഴുതിയിട്ടുള്ള പാട്ട് ഏറെ ശ്രദ്ധാർഹമായൊരു പാട്ടാണല്ലോ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഒരു യാഥാർത്ഥ്യമാണ്. ഈ പരിമിതിയെ മറികടക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. എപ്പോഴും പറയാൻ തക്കവണ്ണം ഇടയാകണം. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന മുഴുവൻ പരിമിതിയെ മറികടക്കാനൊന്നും അല്ല, പരിധിയെ മറികടക്കാനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നതും പരിധിയെ മറികടക്കാനാണ്. ആവർത്തന പുസ്തകത്തിൽ കാണുമല്ലോ, പൂർവികന്മാരായിട്ടിട്ടുള്ള അതിരുകളെ നിങ്ങൾ മറികടക്കരുത്, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എല്ലായിടത്തും ഒരു പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്ത്രീ പുരുഷ ബന്ധത്തിലുണ്ട്, വൈദികരും ജനങ്ങളുമായുള്ള ബന്ധത്തിലുണ്ട്, അതിനോടൊപ്പം തന്നെ ഇടവകയുമായുള്ള ബന്ധത്തിലുണ്ട്. അങ്ങനെ എല്ലാത്തിലും ഒരു പരിധിയുണ്ട്. ആ പരിധി എവിടെ മറികടക്കുന്നത് പാപമാണ്. അതുകൊണ്ടാണ് സുറിയാനി പിതാക്കന്മാർ പാപം, സിൻ എന്നുള്ളതിനെ നിർവചിച്ചത് ഒറ്റ വാക്കിലാണ്, ട്രസ്പാസിങ് ദ ലിമിറ്റ്. എവിടെയാണോ പരിധി മറികടക്കുന്നത് അതെല്ലാം പാപമാണ്, അതെല്ലാം പാപമാണ്. അപ്പം നമ്മൾ പരിമിതികളെ മറികടക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പരിമിതികളെ, ജീവിതത്തിൽ കടന്നു വരുന്ന വേദനകൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, അവയൊക്കെ പരിമിതി സൃഷ്ടിക്കുമ്പോൾ ആ പരിമിതിയെ മറികടക്കാൻ ശ്രദ്ധിക്കണം. അല്ലാതെ പരിധി മറികടന്ന് പോകാണ്ടൊക്കെ ഇഷ്ടപ്പെടരുത്. നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ കാലത്ത് മുഴുവൻ പരിധി മറികടക്കുകയാണ്. നിങ്ങൾക്കറിയാവും, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഈ തിരക്ക് പിടിച്ച ഈ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും അതിനോടൊപ്പം തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ റീൽസായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു കാലത്ത് നാക്കുകൊണ്ട് പോലും പറയുവാൻ അറച്ചിരുന്ന പല അശ്ലീല ചോദ്യങ്ങളും ഒരു മടിയും കൂടാതെ മൈക്കെടുത്ത് വെച്ച് ചോദിക്കാനും ദ്വയാർത്ഥമുള്ള ചോദ്യങ്ങളാണ്. അതിന് നേരെ ചൊവ്വേ മറുപടി കൊടുക്കാൻ പറ്റത്തില്ല. ദ്വയാർത്ഥമുള്ള ചോദ്യങ്ങൾ ഒരു മടിയും കൂടാതെ 10-60 പേര് കൂടി നിൽക്കുന്ന, അതിനകത്ത് ഈ ചോദിക്കുന്ന ആളുടെ അപ്പൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ പ്രായമുള്ള മനുഷ്യർ വരെ നിൽക്കുന്നിടത്താണ് യാതൊരു മടിയും കൂടാതെ ദ്വയാർത്ഥമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദിച്ചിട്ട് അത് ചോദിക്കാണ്ടൊക്കെ യാതൊരു മടിയും കാണിക്കാതെ, അതിൻ്റെ അശ്ലീലം കലർന്ന ഉത്തരം പറയുവാണ്ടൊക്കെ യാതൊരു മടിയും കാണിക്കാതെ, വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ലജ്ജയായതെല്ലാം മാനമെന്ന് കരുതി ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനെ പദമൂന്നിക്കൊണ്ട് ഇരിക്കുന്നത്. നമ്മൾ സന്ധ്യാപ്രാർത്ഥനയെ കുറച്ച് മുമ്പും ചൊല്ലിയൊരു വരിയുണ്ട്. എത്രയോ ദർശനത്തോടെയാണ് പിതാക്കന്മാരൊക്കെ ഈ വരി എഴുതിയത്. അവിടെ ചൊല്ലിയത് ഇങ്ങനെയാണ്, ധാർമ്മികരെ പോലും വീഴിക്കാൻ വഴി നോക്കുന്നു. അങ്ങനെയാണ് ചൊല്ലിയത്. ഒരു യാഥാർത്ഥ്യമാണ്. നന്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ കൂടെ വലിച്ച് പാപത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നന്മയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ കൂടെ വലിച്ച് പാപത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. ഇബ്സൻ്റെ ഒരു നാടകമുണ്ട്, ബ്രാൻഡ് എന്നാണ് നാടകത്തിൻ്റെ പേര്. അതൊരു വൈദികൻ്റെ പേരാണ്. ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു വൈദികനുണ്ട്. ഈ ബ്രാൻഡ് എന്ന് പറയുന്ന വൈദികൻ ഒരു കൊച്ചു ദേവാലയത്തിലെ വികാരിയാണ്. ഈ മനുഷ്യൻ എപ്പോഴും അതീന്ദ്രിയമാകുന്ന ദർശനങ്ങളൊക്കെ തനിക്കുണ്ടാകുന്നു എന്ന് അവകാശപ്പെടുന്ന ആളാണ്. അപ്പോൾ അവിടെയുള്ള ആരാധനയെ കൂടി വരുമ്പോൾ
അദ്ദേഹം ഇങ്ങനെ ജനത്തോട് ദൈവം നൽകുന്ന വെളിപാടുകളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഇദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നീ നിൻ്റെ ഈ ജനതയെ മുഴുവനും കൂട്ടിക്കൊണ്ട് ഈ വലിയ മലയുടെ മുകളിലേക്ക് കയറിപ്പോവുക, മലയുടെ മുകളിൽ വെച്ച് ഞാൻ നിനക്ക് അരുളപ്പാട് നൽകുന്നതായിരിക്കും, ഈ ജനതയെ മുഴുവനും വിളിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വിശുദ്ധ കുർബാന പൂർത്തീകരിച്ചിട്ട് ജനത്തോട് പറഞ്ഞു, ദൈവം എന്നോട് അരുളപ്പാട് പറഞ്ഞു, നമുക്ക് യാത്ര പോകാം, ഈ മലയുടെ മുകളിൽ വെച്ച് അവൻ നമുക്ക് ദർശനം തരുമെന്ന് പറഞ്ഞു. ഈ ജനതെല്ലാം ഈ പ്രായം ചെന്ന വൃദ്ധനായ വൈദികൻ്റെ പിറകെ ഇങ്ങനെ യാത്ര തുടങ്ങി. നമ്മളാണെങ്കിൽ പോവുകയില്ല എന്നുള്ളത് ഈ കഥയുടെ വേറൊരു ഭാഗം. പക്ഷേ ഈ ജനത മുഴുവനും യാത്ര ഇങ്ങനെ തുടർന്നു. അവരിങ്ങനെ യാത്ര ചെയ്ത് ദിവസങ്ങൾ പിന്നിടുകയാണ്. ദിവസങ്ങൾ പിന്നിടുമ്പോൾ സ്വാഭാവികമായും പിണക്കവും പരാതിയും പിറുപിറുപ്പുകളും ബഹളങ്ങളും ഒക്കെ സ്വാഭാവികമായും ഉണ്ടായി വരും. അപ്പോൾ ഇവർ ഇങ്ങനെ ബഹളം വെക്കുകയാണ്. പിന്നെ രണ്ട് ഗ്രൂപ്പായി മാറി. അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പും അച്ഛനെ എതിർക്കുന്ന ഒരു ഗ്രൂപ്പും. ഈ അച്ഛനെ എതിർക്കുന്ന ഗ്രൂപ്പ് അച്ഛനെ ഭേദ്യം ചെയ്യുവാൻ വരെ തുടങ്ങുന്നുണ്ട്. ഈ മനുഷ്യന് ഭ്രാന്താണ്. ഇന്നത്തെ വിശുദ്ധ എവൻഗേലിയൻ ഭാഗത്ത് നമ്മൾ വായിച്ചത് അതാണല്ലോ. ലോകത്തിന് തങ്കക്കിരീടം ചാർത്തി കൊടുക്കുവാൻ തക്കവണ്ണം വന്ന ഉടയതമ്പുരാന് ലോകം കൊടുത്ത, ബന്ധുജനങ്ങൾ കൊടുത്ത, ചാർച്ചക്കാർ കൊടുത്ത പേര് മാനിയാക്കെന്നാണ്. ഭ്രാന്തൻ, ചിത്തഭ്രമം ബാധിച്ചവനെന്നാണ്. അപ്പോൾ ഈ അച്ഛനെ ഭ്രാന്തനെന്നല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ കടുപ്പമുള്ള പദത്തിലായിരിക്കാം ഒരുപക്ഷെ ആ കൂടി നടന്ന ജനത വിശേഷിപ്പിച്ചത്. അപ്പോൾ ഒരു ജനത മുഴുവനും ഈ അച്ഛനെ ഭേദ്യം ചെയ്യുവാൻ തുടങ്ങിയാണ്. എങ്കിലും നാമമാത്രമായ ആളുകൾ അച്ഛൻ്റെ കൂടെ പോകുവാൻ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ കുറേ ജനത ഇറങ്ങി താഴേക്ക് പോവുകയാണ്. ഇറങ്ങി താഴേക്ക് വരുന്ന മനുഷ്യരുടെ ചിന്ത, എങ്ങനെ നമുക്ക് ഈ അച്ഛൻ്റെ കൂടെ നടക്കുന്ന മനുഷ്യരെ കൂടെ തിരിച്ച് താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ധാർമ്മികരെ പോലും വീഴിക്കാൻ വഴി നോക്കുന്നുവെന്ന്. നന്മയിൽ പോകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ കൂടെ എങ്ങനെ പിടിച്ചുകൊണ്ട് വരാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത. ഈ ഇറങ്ങിപ്പോയ മനുഷ്യരുടെയും ചിന്ത അതാണ്. അതൊരു മുക്കുവ ഗ്രാമമായിരുന്നു. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിലുള്ളൊരു ബിരുദൻ പറഞ്ഞു, ഈ കയറിപ്പോയ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ നദിയിൽ ഊത്തമീൻ പെരുകിയിട്ടുണ്ട്, സാൽമൺ ഫിഷ്. ഊത്തമീൻ പെരുകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവരച്ഛനെയും ബാക്കിയുള്ള ദൈവദർശനം എല്ലാം വിട്ടിട്ട് താഴേക്ക് ഇറങ്ങി വരും. കാരണം ഉപജീവന അന്നവിചാരമാണല്ലോ ആദ്യത്തെ മുന്നവിചാരമായിട്ടുള്ളത്. അതുകൊണ്ട് ഊത്തമീൻ പെരുകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ചാകരയാണെന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങിപ്പോരുമെന്ന് പറഞ്ഞു. അപ്രകാരം അവർ താഴെ എന്ന് വിളിച്ചു പറയുന്നുണ്ട്, നമ്മുടെ നദിയിൽ ഇത് ധാരാളം മത്സ്യസമ്പത്ത് ഉണ്ടായിരിക്കുന്നു, നിങ്ങൾ ഇറങ്ങി വരിക എന്ന് പറഞ്ഞു. ഉടനെ എന്നാൽ അച്ഛൻ ഇനി ബാക്കി യാത്ര ചെയ്തെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ ഊത്തമീൻ്റെ പുറകെ ഇറങ്ങിപ്പോരുന്നു. ഇത് ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ദർശനങ്ങൾ കാണുവാനും വലിയ സ്വപ്നങ്ങൾ കാണുവാനും തക്കോണമൊക്കെ ആഗ്രഹിച്ച് നമ്മളൊക്കെ യാത്ര ചെയ്യും. പക്ഷേ നമ്മൾ ഇറങ്ങി വരുന്നത് നിസ്സാരമായ പല കാര്യങ്ങളുടെയും പേരിൽ താഴേക്ക് ഇറങ്ങി വരുന്ന മനുഷ്യരുണ്ട്. താഴേക്ക് ഇറങ്ങി വരുന്ന മനുഷ്യരുണ്ട്. എന്നിട്ട് ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ നമ്മളൊക്കെ നമ്മുടെ പ്രാർത്ഥനാ യോഗത്തിൽ പോയിരുന്ന് പാടും, മണ്ണേ പ്രതി മാണിക്യം വെടിയില്ല ഞാനെന്ന്. നമ്മുടെ ചിന്ത മുഴുവൻ ഈ മണ്ണിലും ഈ മണ്ണിലുള്ള വസ്തുക്കളിലും ഒക്കെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ഞങ്ങളൊക്കെ വലിയ ആളുകളാണെന്ന് വിചാരിച്ച് ഇങ്ങനെ യാത്ര തുടരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ലോക ജീവിതത്തിൽ പരിമിതികളെയാണ് അതിജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കേണ്ടത്. പരിമിതിയെ അതിജീവിച്ചൊരു ശ്രേഷ്ഠനാകുന്ന മനുഷ്യനുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ. കർത്താവ് പറഞ്ഞതാണ്, വേറെ ആരുമല്ല, മുടിയൻ പുത്രനാണ്. അദ്ദേഹത്തെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, എല്ലാം നഷ്ടമായിപ്പോയി. പിതാവിനോടുള്ള ഓഹരി ചോദിച്ചു വാങ്ങിച്ചു, എല്ലാവരെയും പിണക്കി, സ്വത്തുക്കൾ നാനാവിധമാക്കി കളഞ്ഞു. യഥാർത്ഥത്തിൽ അവൻ ഇനി ആത്മഹത്യയല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ ചെയ്തത് എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കും, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. ഞാൻ എഴുന്നേൽക്കും, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വിചാരം ഇതാണ്. പരിമിതികളിൽ നിന്ന് അതിനെ അതിജീവിച്ച് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ നിരാശ നമ്മളെ ബാധിക്കുകയില്ല. ബുദ്ധന്മാർ രണ്ടാമത് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അതിങ്ങനെയാണ്, സാഹചര്യങ്ങളാൽ നിങ്ങളുടെ മനോനില ഒരിക്കലും സ്വാധീനിക്കപ്പെടരുത്. സാഹചര്യങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഇടയാവരുത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ഏറിയ പങ്ക് വിഷമങ്ങളും എന്താണ്? എന്നെപ്പറ്റി അവരിത് പറഞ്ഞു, അവരെന്നെപ്പറ്റി ഇന്നത് വിചാരിച്ചു, ഇന്ന ആളുകൾ എന്നെപ്പറ്റി അപവാദം പറഞ്ഞു, പരിഹസിച്ചു, കളിയാക്കി. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലയിൽ ഇങ്ങനെ ഘനീഭവിച്ച് നിൽക്കുന്നത്. നമ്മുടെ പ്രയാസത്തിൻ്റെ വലിയ കാരണങ്ങൾ ഇവയൊക്കെ തന്നെയാണ്. മറ്റുള്ളവർ സ്വിച്ച് ഇടുമ്പോൾ അതിനൊത്ത് ചലിക്കുന്ന വെറും പാവകളായി യന്ത്രമനുഷ്യരായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ് സത്യം.
സത്യത്തിൽ നാം ഇപ്രകാരം സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിനുത്തമ ഉദാഹരണമുണ്ട്. അത് വേറെ ആരുമല്ല, തീച്ചൂളയിൽ എറിയപ്പെട്ട 3 ബാലന്മാരാണ്. അവരോട് രാജാവ് പറഞ്ഞു, ഇത് നീ ഭക്ഷിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് അതിനോട് യാതൊരു ഭയവും ഉണ്ടായില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഭക്ഷിക്കുകയില്ല. രാജാവേ, ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും. ഇതാണ് പ്രത്യാശയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സാഹചര്യങ്ങളല്ല. ആളുകൾ പറയട്ടെ, പരാതികൾ പറയട്ടെ, പരിഭവങ്ങൾ ഉണ്ടാകട്ടെ, അപവാദങ്ങൾ പറയട്ടെ, ഇതെല്ലാം ദൈവം പരമമായ നന്മയ്ക്കാക്കി തീർക്കും. പൗലോസ് അപ്പോസ്തലൻ കണ്ണുനീരോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിന്റെ നിമിത്തം ഞങ്ങൾ അനേകരുടെ മുമ്പിൽ കൂത്തുകാഴ്ചയായി ഭവിച്ചു. നിന്റെ നിമിത്തം ഞങ്ങൾ അനേകരുടെ മുമ്പിൽ കൂത്തുകാഴ്ചയായി ഭവിച്ചു. ദൈവസന്നിധി കരഞ്ഞു പറഞ്ഞതാണ്, ക്രിസ്തുവേ, നിന്റെ സുവിശേഷം അറിയിക്കാൻ ഞങ്ങൾ പലയിടങ്ങളിൽ പോയി. പലരും ഞങ്ങളെ പരിഹസിച്ചു, പലരും ഞങ്ങളെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു, പലരും ഞങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചു. ഏലിയാവ് ഇത് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിച്ചിട്ടുള്ളവരാണല്ലോ. ഏലിയാവ് പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ പ്രവാചകന്മാരെ എല്ലാം അവർ കൊന്നുകളഞ്ഞു. ഉള്ളതിൽ ഞാൻ ഒരുവൻ മാത്രം ഇവിടെ അവശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ പ്രവാചകന്മാരെ എല്ലാം അവർ കൊന്നുകളഞ്ഞു. ആഹാബും ഇസബെല്ലും ചേർന്ന് കൊന്നുകളഞ്ഞു. ഉള്ളതിൽ ഞാൻ ഒരുവൻ മാത്രം ഇവിടെ അവശേഷിച്ചിരിക്കുന്നു. പക്ഷേ ഏലിയാവിൻ്റെ മുഖത്തിന് വാട്ടമില്ല. കാരണം കൊല്ലുവാൻ നോക്കുന്നവരെ അവൻ ഭയപ്പെടുന്നില്ല. സ്വർഗരാജ്യത്തിലെ നിത്യജീവനാണ് അവൻ്റെ മുമ്പിലും വിഷയീഭവിക്കുന്നത്. മൂന്നാമതായി ഈ ബുദ്ധന്മാർ പറയുന്നുണ്ട്, നിരാശ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചിന്തകളിൽ നിഷ്കളങ്കത്വം പുലർത്തണം. ചിന്തകളിൽ നിഷ്കളങ്കത്വം പുലർത്തണം. ഈ ലോകത്തിൽ 70-80 വർഷമൊക്കെയുള്ള ജീവിതമേ നമുക്കുള്ളൂ. വലിയ ദിവസങ്ങളൊന്നും ഇല്ല. 10-30,000 ദിവസങ്ങളിൽ താഴെയോളം നമുക്ക് തന്നെ അറിയാം. 365 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി. അതിനകത്ത് അറിയാമല്ലോ, ഏകദേശം ഒരു 6-7 മണിക്കൂർ ഉണ്ണാനും ഉറങ്ങാനും ഉടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 30,000 ദിവസത്തിൽ ഒരു 15,000 ദിവസമുള്ള അധ്വാനമൊക്കെ നമുക്കിവിടെ ഉള്ളൂ. ഇനി ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന മനുഷ്യരെ പറ്റിയാണെങ്കിൽ അത്രയും കൂടെ ഇവിടെ ഇല്ല. നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളെ ഇവിടെ ഉള്ളൂ. എല്ലാ മനുഷ്യർക്കും പ്രവർത്തിക്കുവാനുള്ള സ്പേസ് ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ വിചാരം മുഴുവനും അവനെ വെട്ടി എങ്ങനെ എനിക്ക് കയറാൻ പറ്റും, ഇതാണ്. അവനെ മറികടന്ന് എനിക്ക് എങ്ങനെ കയറാൻ പറ്റും, ഇതാണ് നമ്മുടെ ചിന്തകളിൽ ഇങ്ങനെ ഘനീഭവിക്കുന്നത് മുഴുവനും. അതുകൊണ്ട് എന്താ പ്രയാസം? അതുകൊണ്ടുള്ള പ്രയാസം, നമുക്കൊരു സ്വസ്ഥതയില്ല, നമ്മുടെ വീട്ടിലൊരു സ്വസ്ഥതയില്ല, നമ്മൾ ചെന്നെത്തുന്ന ഇടങ്ങളിൽ സമാധാനമില്ല. ഇങ്ങനെ വലിയ പ്രതിബന്ധങ്ങളാണ്. അതുകൊണ്ട് ചിന്തകളിൽ നിഷ്കളങ്കത്വം പുലർത്തുക. ദൈവം കൈപിടിച്ച് നമ്മളെ വഴി നടത്തിക്കൊള്ളും. കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിരാശകളിൽ പ്രത്യാശയുടെ തിരി തെളിയിക്കുവാനാണ് ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കുന്നത്. നമ്മുടെ സാന്നിധ്യം അനേകർക്ക് ആശ്വാസമാകണം. കർത്താവിൻ്റെ ശിഷ്യന്മാർ പോയിടങ്ങളിലല്ല സുവിശേഷം പറഞ്ഞുകൊണ്ട് മാത്രമല്ല ആളുകളെ കിട്ടിയത്. അതിന് പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട്. അവരുടെ സാന്നിധ്യം ആശ്വാസകരമായിരുന്നു. ഹീലിംഗ് പ്രസൻസ്. നമ്മുടെ സാന്നിധ്യം അനേകർക്ക് ആശ്വാസമാകണം. ചില മനുഷ്യരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്താ ആശ്വാസം, അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്താ ആശ്വാസമാണ്. എന്നാൽ ചില മനുഷ്യരൊക്കെ നമ്മുടെ അരികെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സങ്കടവും ഭാരവും ഒക്കെ ഇരട്ടിയായി കൂടുകയാണ്. നമ്മുടെ സാന്നിധ്യം അനേകർക്ക് ആശ്വാസം പകരുന്നതായി തീരട്ടെ. ഇനി നാം ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പോയ 10 മനുഷ്യർ നിരാശ ബാധിച്ചവരായി തിരികെ പോകുന്നത്? പോയ 10 പേർ എന്തുകൊണ്ടാണ് നിരാശ ബാധിച്ച് തിരികെ പോകുന്നത്? ഞാനിവിടെ കാലേബിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞു. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിനു മുമ്പ് ഈ പോയ 10 മനുഷ്യർ എന്തുകൊണ്ട് നിരാശ ബാധിച്ച് തിരികെ വന്നു? അതിന് 4 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ നമുക്ക് ചിന്തിക്കാം. അത് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് തന്നെയാണ്. അവർ നിരാശ ബാധിച്ച് തിരികെ വന്നതിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ, അവർക്ക് കാത്തിരിക്കുവാൻ തക്കവണ്ണമുള്ള സന്നദ്ധത ഇല്ല. കാത്തിരിക്കുവാൻ തക്കവണ്ണം അവർക്ക് സന്നദ്ധത ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ഈ ജീവിത കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിവേഗതയുടെ കാലഘട്ടമാണ്. നിങ്ങൾ ഈ സിറ്റിയിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ എന്ത് ബോർഡ് എഴുതിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ആദ്യത്തെ വാക്ക് ഫാസ്റ്റ് എന്നായിരിക്കും. ഫാസ്റ്റ് ഇൻ്റർനെറ്റ്, ഫാസ്റ്റ് മണി ട്രാൻസ്ഫർ, അതിനോടൊപ്പം തന്നെ ഫാസ്റ്റ് ഫുഡ്,
ഇങ്ങനെയുള്ള പേരുകളാണ് നാം കാണുന്ന ഇടങ്ങളിലെല്ലാം ഉള്ളത്. അതിവേഗതയുടെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം നമ്മൾ ഇരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് കിട്ടണം. നമ്മുടെ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ആ ചിന്തയാണ്. ഉദാഹരണം പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉണ്ണാനും ഉറക്കാനും ഒക്കെ ആശ്രയം യൂട്യൂബും അതിനകത്തെ പാട്ടും ഒക്കെ ആണല്ലോ. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മുഴുവനും അതാണ്. നമ്മളിവിടെ ഈ 4G കഴിഞ്ഞ് 5G ഒക്കെ ആയെന്ന് പറയുന്നെങ്കിലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊന്നും ഈ 5G നെറ്റ്വർക്കൊന്നും അത്ര സ്പീഡിലൊന്നും വർക്ക് ചെയ്യുന്നില്ലെന്ന് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു മണിക്കൂറുള്ളൊരു വീഡിയോ നമ്മുടെ കുഞ്ഞിനെ കിടത്തി ഉറക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തക്കൊണ്ട് ഇങ്ങനെ പ്ലേ ചെയ്ത് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ഒരു മൊബൈൽ ഫോൺ കൊടുക്കുകയെന്ന് വെച്ചോ, ഈ 1 മണിക്കൂറുള്ള വീഡിയോ അല്പം ഒന്ന് പ്ലേ ചെയ്തതിന് ശേഷം ഇങ്ങനെ ബഫർ ചെയ്യും, കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 1 സെക്കൻഡൊക്കെ നമ്മുടെ കൊച്ചുങ്ങൾ നോക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുത്ത് തെക്കോട്ടോ വടക്കോട്ടോ ഒരു എയറായിരിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാര്യം ഈ സാധനം ഇത് യാതൊരു വിഘ്നവും കൂടാതെ ഇങ്ങനെ പ്ലേ ചെയ്യണമെന്നുള്ളതാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ വരെയും മനസ്സിലുള്ള ആഗ്രഹം. ഇപ്പോൾ ജനിച്ച പൊടിക്കുഞ്ഞുങ്ങളുടെ വരെ മനസ്സിലുള്ള ആഗ്രഹം അതാണ്. കാത്തിരിക്കാനുള്ള സന്നദ്ധതയൊന്നും അവർക്കില്ല. എല്ലാം വളരെ പെട്ടെന്ന് കയ്യിൽ കിട്ടണം. അതാണ് അവരുടെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ. എത്ര എതിർക്കാൻ ശ്രമിച്ചാലും അതാണ് യാഥാർത്ഥ്യം. പക്ഷെ പഴയ കാലത്തെ മനുഷ്യർക്ക് കുറേ കൂടെ ക്ഷമയുണ്ടായിരുന്നുള്ളതിൻ്റെ കാരണം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്കാളികളുടെയും ജീവിത പങ്കാളികളൊക്കെ വിദേശത്ത് പോയ സമയത്ത് അവർക്കാകെ കൂടെ നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ വിളിക്കാൻ തക്കോണം ഇന്നത്തെ പോലെ ഈ വാട്സപ്പോ മെസ്സഞ്ചറോ അല്ലാതെയുള്ള ഈ IMO ഉൾപ്പെടെയുള്ള യാതൊരു നെറ്റ്വർക്കുകളും നമുക്കില്ല, ആപ്ലിക്കേഷനുകളും നമുക്കില്ല. ആകെ കൂടെ ആഴ്ചയിൽ ഒരിക്കലൊരു മിസ് കോളാണ് വീട്ടിലേക്ക് അയക്കുന്നത്. കാര്യം ഒരു കോൾ വിളിക്കണമെങ്കിൽ 50 രൂപ 100 രൂപയായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും കൃത്യമായി ഇത്ര സമയം 7 മണിയാകുമ്പോൾ മിസ് കോൾ അടിക്കുക. അത് പറയും ഇത് അച്ചായനാണ് വിളിക്കുന്നതെന്നാണ് നമ്മുടെ ബോധ്യം. ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം ആ മിസ് കോളായിരുന്നു. ആഴ്ച ഒരിക്കലൊക്കെ വിളിക്കുകയുള്ളൂ. വിളിച്ചാൽ പോലും വളരെ പെട്ടെന്ന് ഇവിടെ സുഖം അവിടെ സുഖം എന്നാൽ ശരി എന്ന് പറഞ്ഞങ്ങ് വെക്കുകയുള്ളൂ. ഇപ്പോഴാണല്ലോ നമ്മുടെ ഗൾഫുകാർ വിളിച്ചാൽ നമ്മൾ ഫോൺ എടുക്കാറില്ല, വേറൊന്നും കൊണ്ടില്ല, ഇത് വെക്കത്തില്ല. കാരണം അവർ ജോലിയൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ് വന്നെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം നമ്മൾ പല കാര്യങ്ങളും തിരക്കിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മളിങ്ങനെ അവർ വിളിച്ച് പല കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും സംഭാഷണം നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇച്ചിരി തിരക്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഫോൺ എടുക്കാറില്ല. എന്നാൽ പഴയ കാലത്തൊന്ന് ആലോചിച്ച് നോക്കിയേ, ആകെ കൂടെ ഒരു മിസ് കോളാണ്. പിന്നെ അവരുമായിട്ട് സംഭാഷണം നടത്താനുള്ള ആകെ കൂടെയുള്ള ഉപാധി എന്താണ്? ഒരു കത്ത് എഴുതുക എന്നുള്ളതാണ്. ഒരു പേപ്പർ എടുക്കും, അതിനുശേഷം 1 മാസക്കാലത്തെ സകല കാര്യങ്ങളും കാച്ചി കുറുക്കി ഇങ്ങനെ എഴുതും. അത്ര സുന്ദരം, നമ്മൾ എഴുത്ത് പഠിച്ചതൊക്കെ അങ്ങനെയാണ്. അത്ര സുന്ദരമായി 1 മാസക്കാലത്തെ കാര്യങ്ങളെല്ലാം എഴുതും. ഇത് ഭംഗിയായി പ്രാർത്ഥിച്ച് ഒട്ടിച്ച് കൊണ്ടുവന്ന് ഇടും. ഈ സാധനം ഇവിടുന്ന് അവിടെ ചെല്ലണമെങ്കിൽ ഒരു 10 ദിവസം എടുക്കും. ഈ 10 ദിവസം അവിടെ ചെന്നിട്ട് അവിടുന്ന് മറുപടി വരണമെങ്കിൽ പിന്നെ ഒരു 20 ദിവസമുണ്ട്. ആ ഒരു 20 ദിവസം കൂടെ കൂട്ടുമ്പോൾ ഒരു 30 ദിവസമായി. അതായത് 1 മാസക്കാലത്തെ താമസമാണ് ഒരു കാര്യം ഇവിടുന്ന് എഴുതി അറിയിച്ച് അവിടുന്ന് ആ പരിപൂർണമാകുന്ന വിശദമാകുന്ന ഒരു റിപ്ലൈ കിട്ടാൻ. പക്ഷേ അത് കിട്ടാൻ തക്കവണ്ണം നമ്മൾ കാത്തിരുന്നു. ഇവിടെ ഇരുന്ന മുതിർന്നവരൊക്കെ കാത്തിരുന്നു. അവർക്കാർക്കും നിരാശ തോന്നിയില്ല. കാര്യം കാലം നമ്മളെ ക്ഷമ പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലായിടത്തും വേഗതയാണ്, വളരെ വേഗതയാണ്. അവിടെ എല്ലാം നമ്മുടെ വിരൽ തുമ്പി വളരെ പെട്ടെന്ന് കിട്ടണം. ഇതുപോലെ തന്നെയുള്ള ചിന്തയാണ് ഈ പോയ 10 മനുഷ്യരെയും ബാധിച്ചത്. ദൈവം കൂടെ ഉണ്ടെന്നൊന്നും അവർ ഓർത്തില്ല. അവർ വിചാരിച്ചു ഞങ്ങൾ കാനാൻ്റെ വാതിക്കൽ ചെന്നു, ഇപ്പം അകത്ത് കയറണം, ഇപ്പം ഞങ്ങൾക്ക് ആ ദേശം കൈവശമാക്കണം. കാത്തിരിക്കുന്നവർ മാത്രമേ ദർശനങ്ങളെ കണ്ടിട്ടുള്ളൂ, കാത്തിരിക്കുന്നവർ മാത്രമേ അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളൂ. വിശുദ്ധ വേദപുസ്തകം തരുന്ന ഉറപ്പതാണ്. നമ്മുടെ കർത്താവിൻ്റെ ആശ്വാസമുള്ള വലത്തുകരം അനുഭവിച്ചറിഞ്ഞ എല്ലാവരും കാത്തിരുന്നവരാണ്. രക്തസ്രാവക്കാരി സ്ത്രീ 12 വർഷം കാത്തിരുന്നു. തളർവാദക്കാരൻ 38 വർഷം കാത്തിരുന്നു. കൂനിയായ സ്ത്രീ 18 വർഷം കാത്തിരുന്ന് പ്രാപിക്കുന്നതൊന്നും പാഴായി പോവുകയില്ല. നമ്മുടെ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം ഓടിപ്പോയി. കർത്താവിൻ്റെ 2 ശിഷ്യന്മാർ ഓടിപ്പോയി, പത്രോസും യോഹന്നാനും. അവർ കർത്താവിനെ കണ്ടില്ല. പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ ആദ്യം കണ്ടത് കൂടെ നടന്ന ശിഷ്യന്മാരൊന്നും അല്ല. അതാണ് വിശുദ്ധ സുവിശേഷം പഠിപ്പിക്കുന്ന സത്യം. കണ്ടതാരാണ്? കണ്ടത് മഗ്ദലക്കാരി മറിയയാണ്. തെരുവ് പെണ്ണെന്ന് വിളിക്കപ്പെട്ട, ഗണികയെന്ന് വിളിച്ച് മാറ്റി നിർത്തപ്പെട്ട മഗ്ദലക്കാരി മറിയയാണ് നമ്മുടെ കർത്താവിനെ ആദ്യമായി കണ്ടത്. കാര്യം എന്താ? കല്ലറയുടെ വാതിക്കൽ തലതല്ലി കരഞ്ഞുകൊണ്ട് അവൾ നിന്നു. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു ചോദിച്ച ആദ്യത്തെ ചോദ്യം ആ സ്ത്രീയോടാണ്. സ്ത്രീയെ, നീ എന്തിന് കരയുന്നു? രണ്ടാമത്തെ ചോദ്യവും അവരോടാണ്. സ്ത്രീയെ, നീ ആരെ തിരയുന്നു? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കാത്തിരിക്കുവാൻ സന്നദ്ധതയുണ്ടെങ്കിൽ സ്വർഗീയ കനാൻ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും. സംശയമൊന്നും വേണ്ട.
രണ്ടാമതായി, ഈ പോയ 10 പേർക്ക് നിരാശ ബാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ പോയ 10 പേർക്ക് നിരാശ ബാധിച്ചതിൻ്റെ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് അവരെല്ലാം ഇന്നലകളിലും നാളുകളിലുമായി ജീവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇന്നലകളിലും നാളുകളിലുമായി ജീവിച്ചു. ഇതൊരു സത്യമാണ്. ഇവരവിടേക്ക് ചെന്നപ്പോൾ ഈ മനുഷ്യരെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് എന്താ? സംഖ്യാപുസ്തകത്തിലുണ്ട്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കൊള്ളയായി പോകുന്ന ദേശത്തേക്ക് ഞങ്ങളെ എന്തിനു കൊണ്ടുവന്നു? മിസ്രയീമിൽ ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അരികിലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത ആ ദേശത്ത് വെച്ച് മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഞങ്ങളെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞങ്ങളെ അവർ കൊന്നുകളയുമല്ലോ. ഇത് നമ്മുടെ ജീവിതത്തിലും ഉള്ളതാണ്. നമ്മൾ ഇന്നലകളിൽ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. 40% മനുഷ്യർ ഇന്നലകളിൽ ജീവിക്കുകയാണ്. 50% മനുഷ്യർ നാളുകളിലാണ് ജീവിക്കുന്നത്. നാളെ പറ്റിയുള്ള ഭാരങ്ങൾ. ഇവർക്ക് നാളെ പറ്റിയുള്ള ഭാരം ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞ് ഞങ്ങളെ കൊന്നുകളയും അവിടെ ചെന്നാൽ. നാളെ എങ്ങനെ അവിടെ കഴിയും? 10% മനുഷ്യരെ ഇന്നിൽ ജീവിക്കുന്നുള്ളൂ. ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഇന്നിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നിൻ്റെ സന്തോഷങ്ങൾ അറിഞ്ഞ് ജീവിക്കുക, ഇന്ന് ദൈവം നൽകുന്ന സമാധാനം അനുഭവിക്കുക. അതാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ പോയ 10 പേർക്കും അതിന് സാധിച്ചില്ല. അവർ ഇന്നലകളിലും നാളുകളിലുമായി മാത്രം ജീവിച്ചു. മൂന്നാമതായി, ഈ പോയ 10 പേർക്ക് സംഭവിച്ച അപജയം എന്താണ്? വേറെ ഒന്നുമല്ല, ബന്ധങ്ങളില്ലാതെ തനിച്ച് ജീവിക്കുവാൻ അവർ ഇഷ്ടപ്പെട്ടു. ബന്ധങ്ങളില്ലാതെ തനിച്ച് ജീവിക്കുവാൻ അവർ ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ ഒരു വായനയുണ്ട്. ഈ പോയ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇവരെ എല്ലാം കൂടെ ആദ്യം തന്നെ കാനാനിലേക്ക് പ്രവേശിക്കാതെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോയത്? അത് അവരുടെ മനസ്സിലൊരു അസൂയ കലർന്ന ചിന്തയുണ്ടായി എന്നുള്ള രേഖപ്പെടുത്തലുകളൊക്കെ ഉണ്ട്. അതായത് അവർ ചിന്തിച്ചു, ഈ ജനത മുഴുവനൂടെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ചാൽ അവിടെയുള്ള വിളവുകളെല്ലാം കൂടെ ഇവർ അപഹരിച്ചു കളയും. നമുക്കെപ്പോഴും അങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ. ഈ അസൂയ നമുക്ക് വർക്കൗട്ട് ചെയ്യും. നമ്മുടെ വിവാഹ കൂദാശയെ പോലും പറയുന്നുണ്ട്, കുടുംബജീവിതത്തിൽ ബാധിക്കാവുന്നൊരു വലിയ അപകടമാണ് അസൂയ എന്നുള്ളത്. അതുകൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ നമ്മുടെ ആരാധനാക്രമത്തിൽ സുറിയാനി പിതാക്കന്മാർ കൃത്യമായി എഴുതിയത്, മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരം എന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് അസൂയ അടിച്ചു പോയാൽ മതി. ഭർത്താവിൻ്റെ വളർച്ചയിൽ ഭാര്യയ്ക്കോ ഭാര്യയുടെ കഴിവിൽ ഭർത്താവിനോ അസൂയ അടിച്ചു പോയാൽ മതി. പിന്നെ ആ ജീവിതം താളഭംഗങ്ങൾ ഉള്ളതായിത്തീരും. സംശയമൊന്നും വേണ്ട. ഈ ജനതയ്ക്ക് ഈ പോയ 10 പേർക്ക് അസൂയ ബാധിച്ചു. ഇവരെല്ലാം കൂടെ കയറിയാൽ ഇതെല്ലാം അവർ ഉപയോഗിച്ച് തീർക്കും. അതുകൊണ്ട് ഇത് നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ്. നമുക്ക് മാത്രം അനുഭവിക്കാം. ഇവരെ ഭയപ്പെടുത്തി വിട്ടാൽ ഈ ജനത തിരികെ പോകും. നമുക്കിത് അനുഭവിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് ശുഭകരമല്ല, ശുഭകരമല്ല. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഈ വിദേശത്തേക്കൊക്കെ കുടിയേറ്റം ഉണ്ടായപ്പോൾ, പ്രത്യേകിച്ച് അമേരിക്കയിലേക്കൊക്കെ കുടിയേറ്റം ഉണ്ടായപ്പോൾ ഇവിടുന്ന് പോയ മനുഷ്യരെല്ലാം അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് പോയതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് മാത്രമൊന്നും പോയതൊന്നും അല്ല. അവരെങ്ങനെ പോയെന്ന് വെച്ചാൽ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയി, ബാക്കിയുള്ളവരെയും കൂടെ കൊണ്ടുപോകാം എന്ന് വെച്ച് അവർ ചേർത്ത് നിർത്തി കൊണ്ടുപോയതാണ്. അങ്ങനെയൊക്കെ ജീവിച്ച മനുഷ്യർ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ അസൂയ മാത്രം ബാധിച്ച്, തിമിരം മാത്രം ബാധിച്ച് സഹോദരന് കൊടുക്കേണ്ടത് കൂടി പിടിച്ചു വച്ചിരിക്കുന്ന മനുഷ്യരുമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ഇടങ്ങളിലുണ്ട്. മറന്നു പോകരുത്. അസൂയ ജീവിതത്തിൽ നമുക്ക് നിഴല് പോലെ വീണുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശുഭകരമായി തീരുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ നാം കാണുന്നത്, ഒരു ബന്ധങ്ങളില്ലാതെ തനിച്ച് ജീവിക്കാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യം എന്താ? അത് സമ്പത്തുണ്ടാകുന്നൊന്നുമല്ല. വീഴുമ്പോൾ ചിരിക്കാത്ത, വീഴ്ചയിൽ താങ്ങാകുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യം. വീഴുമ്പോൾ ചിരിക്കാത്ത, വീഴ്ചയിൽ താങ്ങാകുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാകുക. നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ? നമുക്കങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നമുക്കാരെങ്കിലും അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകൾ വിശ്വസിച്ചേറ്റ് പറയാൻ പറ്റിയ, നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ വിശ്വസിച്ച് പറയാൻ പറ്റിയ ഒരു ബന്ധമെങ്കിലും നമുക്ക് നമ്മുടെ ഇക്കണ്ട കാലത്തെ ജീവിതം കൊണ്ട് ഉണ്ടാക്കുവാൻ ഒക്കെ സാധിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞ ബന്ധങ്ങളുടെ സുൽത്താനായിരുന്നു എന്നാണ്. അവൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകളിൽ അനേകർ അതിശയിച്ചു. ക്രിസ്തുവിനോടൊപ്പം ഒത്തിരി പേര് നടന്നു. പക്ഷേ പീഡാസഹനമായപ്പോൾ അവരൊന്നുമില്ല. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു രേഖപ്പെടുത്തലുണ്ട്, ഒരു ബാല്യക്കാരൻ പുതപ്പ് മാത്രം പുതച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ ചെന്നു. അവർ അവനെ പിടിച്ചു,
ഉടനെ അവൻ പുതപ്പുപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. ബന്ധങ്ങളുടെ സുൽത്താനായ യേശു ക്രിസ്തുവിന് തൻ്റെ ജീവിതത്തിൻ്റെ പരിദേവനങ്ങളിൽ, സങ്കടങ്ങളിൽ കൂടെ നിൽക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരും ഇല്ലാത്ത നമുക്ക് ആരെങ്കിലും ഉണ്ടാവുമോ? ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ലഭിക്കാവുന്ന ഒരു വലിയ പുണ്യമെന്ന് പറഞ്ഞാൽ നല്ല ഹൃദയാർദ്രതയുള്ള ബന്ധങ്ങൾ കടന്നു പോകുന്നതിന് മുൻപ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ആത്മാർത്ഥമായി കരയാനുണ്ടായാൽ അതാണ് ജീവിതത്തിൽ ലഭിക്കാവുന്ന വലിയ പുണ്യം. ഇനി നമ്മൾ കടന്നു പോകുമ്പോൾ അവൻ കുറച്ചുകൂടെ നേരത്തെ കടന്നു പോകേണ്ടതായിരുന്നു എന്നാരെങ്കിലും പറയുന്നെങ്കിൽ ഈ ജീവിതം കൊണ്ട് നാം ഒന്നും നേടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ഏറ്റവും അവസാനമായി ഈ 10 പേരും തിരികെ നിരാശ ബാധിച്ച് പോരുന്നതിൻ്റെ കാരണം എന്താണ്? അനാവശ്യ താരതമ്യങ്ങളാണ്. അനാവശ്യ താരതമ്യങ്ങൾ. അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുക. അവർ പറഞ്ഞു എന്താണെന്നറിയാമോ? അവർ പറഞ്ഞു, ആ ദേശം നിവാസികളെ തിന്നുകളയുന്നതാണ്. അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, അവർ നമ്മളെ തിന്നുകളയും, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. അവർ നോക്കിയപ്പോൾ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി, തിരിച്ചു നോക്കിയപ്പോഴും ഞങ്ങൾ അവരുടെ ദൃഷ്ടിയിൽ വെട്ടുക്കിളികളെ പോലെ തോന്നിയെന്നാണ് അവർ പറഞ്ഞത്. കേൾക്കുന്ന പ്രിയമുള്ളവരെ, അനാവശ്യ താരതമ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുവാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അനാവശ്യ താരതമ്യങ്ങൾ വഴിയായി ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ് കേരളക്കരയിലുള്ള ഏറിയ പങ്കാളികൾ. എന്തുകൊണ്ടാണ് ഇത്രമാത്രം മനുഷ്യർ കടക്കണിയിൽ അകപ്പെട്ടു പോയെന്നറിയാമോ? നമ്മുടെ അടുത്ത വീടുകാരൻ ഒരു 3000-4000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വെച്ചു. നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, 2 പേരേ ഉള്ളൂ. പക്ഷേ അവിടെ വെച്ചത് എവിടെയും വെക്കണം, ഇവിടെയും വെക്കണം. ഇക്കണ്ട ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കാൻ ഇങ്ങനെ ഇരുന്നു. നമ്മളെല്ലാം യാതൊരു മടിയും കൂടാതെ അത് പോയി വാങ്ങിച്ചു. നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയം വെച്ചു, ജോലിയിൽ ആശ്രയം വെച്ചു. പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ ഗതി എങ്ങനെ തിരിയുന്നു എന്നുള്ളത് നമുക്കറിയുകയില്ലായിരുന്നു. ഒരു കോവിഡ് വന്നു, ഇത് ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ നേരെ പകുതിയായി. ജീവിത വ്യാപാരങ്ങൾ ക്രമപ്പെടുത്താൻ സാധിക്കുന്നില്ല, EMI അടയ്ക്കാൻ സാധിക്കുന്നില്ല. അത് നിമിത്തം കടക്കണിയിലകപ്പെട്ട് ഒന്നും മിണ്ടാതെ കടന്നുപോയ ഒത്തിരി മനുഷ്യരുണ്ട്. അനാവശ്യ താരതമ്യങ്ങളാണ് ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്നത്. അനാവശ്യമായ താരതമ്യമൊന്നും ചെയ്യേണ്ട. ദൈവം പുലർത്തുവാൻ തക്കവണ്ണം ആവശ്യമായതെല്ലാം നമുക്ക് നൽകും. അവിടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. ഏറ്റവും അവസാനമായി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആദ്യം ഞാൻ പറഞ്ഞു, കാലേബിൻ്റെ ഒരു പ്രത്യേകത, അവൻ നിരാശയുടെ പടുകുഴിയിൽ പ്രത്യാശയുടെ തിരി തെളിയിച്ചു. രണ്ടാമതൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിങ്ങനെയാണ്, അവൻ ദൈവത്തിൻ്റെ പരിപാലന വിധങ്ങളിൽ നന്ദിയും തൃപ്തിയും ഉള്ളവനാണ്. ഈ സംഭാഷണം നിങ്ങൾ വായിച്ചു നോക്കുക, എത്ര മനോഹരമാണെന്നറിയാമോ? യോശുവ പ്രവചന പുസ്തകം 14-ാം അധ്യായം 10-11 വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണമാണ്. കാലേബ് 85 വയസ്സുള്ള വൃദ്ധനായി. അദ്ദേഹം പറയുകയാണ്, യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളം എന്നെ താനിതാ അരുളി ചെയ്തിരിക്കുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോഴെനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോവുകയും വരികയും ചെയ്യുവാനും അന്നത്തെ പോലെ തന്നെ ഇന്നും എൻ്റെ ആരോഗ്യം ഇരിക്കുന്നു. സംതൃപ്തിയുള്ളൊരു മനുഷ്യനെ ഇങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. 85 വയസ്സുള്ളൊരു മനുഷ്യൻ 40 വയസ്സിൽ യാത്ര ആരംഭിച്ചതാണ്. അതാദ്യം പറയുന്നുണ്ടല്ലോ, യഹോവയാകുന്ന ദൈവം മോശ വഴി എന്നെ വിളിക്കുമ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു, ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. എന്നിട്ട് പറയുകയാണ്, ഒന്നിലും ഒരു കുറവും എൻ്റെ ദൈവം വരുത്തിയിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കാലേബ് ദൈവത്തിന് ഇഷ്ടമുള്ളവനായി മാറിയതിൻ്റെ രണ്ടാമത്തെ കാരണം ഇതാണ്. ദൈവം നടത്തിയ വിധങ്ങളിലെല്ലാം അവന് തൃപ്തിയുണ്ട്. ദൈവം നടത്തിയ വിധങ്ങളിലെല്ലാം അവന് നന്ദിയുണ്ട്. നമുക്കില്ലാതെ പോകുന്ന ഇത് രണ്ടുമാണ്. നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ ജീവിപ്പാൻ ഇടയാകണം. തന്നതെല്ലാം ദൈവകൃപയെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ലഭിച്ചതെല്ലാം ദൈവകൃപയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചതും ജോലി കിട്ടിയതും പല സ്ഥലങ്ങളിൽ പോയതും ഭവനത്തിന് അഭിവൃദ്ധി ഉണ്ടായതും എല്ലാം ദൈവകൃപയാണ്. ദൈവകൃപയില്ലാതെ ഒന്നുമില്ല. നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നതെല്ലാം നഷ്ടമായി പോയേക്കാം. ജോലി പോകാം, സമ്പത്തില്ലാതെ പോകാം, സൗന്ദര്യം ഇല്ലാതെ പോകാം. നഷ്ടമായി പോകാതെ എന്നും കൂടെ ഉണ്ടാകുന്നത് ദൈവകൃപയാണ്. ആ കൃപയ്ക്ക് കീഴിൽ അമർന്നിരിപ്പാൻ തക്കവണ്ണം നമുക്കാകണം. സംതൃപ്തി വേണം. ജീവിതത്തിൽ എപ്പോഴും സംതൃപ്തി നിലനിൽക്കണം. അത് അത്യാവശ്യമാണ്. ചില മനുഷ്യരുണ്ട്, ജീവിതത്തിൽ കടൽ പോലെ ദൈവം തന്നിട്ടുണ്ടെങ്കിലും
സംതൃപ്തിയൊന്നും ഇല്ല. നമ്മുടെ വന്ദിനായ ജോഷുവാച്ചൻ ഇന്നത്തെ ചിന്താവിഷയം എഴുതുന്നത് ദീർഘകാലമായി നിങ്ങൾ വായിക്കുന്നുണ്ടാവുമല്ലോ. ഒരു പ്രാവശ്യം എഴുതിയത് തവളയുടെ പ്രാർത്ഥന എന്നും പറഞ്ഞാണ്. തവള പ്രാർത്ഥിക്കുകയാണ്. തവള പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. ആദ്യം സൂര്യഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിനക്ക് എന്ത് വരം വേണം? നീ ദീർഘമായി പ്രാർത്ഥിക്കുകയാണല്ലോ. ഉടനെ പറഞ്ഞു, എനിക്ക് കുളത്തിൽ കഴിയാനുള്ള വരം വേണമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ, കുളത്തിൽ കഴിയുവാനുള്ള വരം നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞ് വീണ്ടും തവള പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താ നിനക്കിനി അടുത്തത് വേണ്ടത്? ഉടനെ പറഞ്ഞു, എനിക്ക് ഈ കുളത്തിലാകുമ്പോൾ ഇട്ടാവട്ടത്ത് ഇങ്ങനെ ഓടി നടക്കാനേ പറ്റുന്നു, എനിക്ക് കരയിൽ കഴിയാൻ സാധിച്ചാൽ മതി, കരയിൽ കഴിഞ്ഞാൽ മതി. ഉടനെ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ, കരയിൽ കഴിയുവാനുള്ള വരം തരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ചോദിച്ചു, ഇനി എന്താ നിനക്ക് വേണ്ടേ? ഉടനെ പറഞ്ഞു, ഇവിടെ വലിയ ചൂടാണ്, എൻ്റെ ശരീരമാസകല ചുട്ടുകൊള്ളുന്നു, ഉടനെ എനിക്ക് വീണ്ടും കുളത്തിൽ കഴിയുവാനുള്ള വരം തരണമെന്ന് പറഞ്ഞു. ഉടനെ സൂര്യഭഗവാൻ പറഞ്ഞു, നിനക്ക് കുളത്തിലും കരയിലും കഴിയുവാനുള്ള വരം ഞാൻ തരുന്നു എന്ന് പറഞ്ഞു. ഈ കഥ അവസാനിക്കുമ്പോൾ അച്ഛൻ എഴുതുന്നത് ഇങ്ങനെയാണ്: ഇപ്പോഴും തവളയ്ക്ക് അറിയത്തില്ല കുളത്തിലാണോ തൃപ്തി കരയിലാണോ. അതുകൊണ്ട് കുളത്തിൽ നിന്ന് നേരെ കരയിലേക്കും കരയിൽ നിന്ന് നേരെ കുളത്തിലേക്കും ഇങ്ങനെ ചാടി നടക്കുകയാണ്. ചില മനുഷ്യരങ്ങനെയാണ്. ഞാൻ പറഞ്ഞതുപോലെ കടൽ പോലെ ദൈവം ഒത്തിരി കൊടുത്തിട്ടുണ്ട്, അതിലൊന്നും ഒരു തൃപ്തിയില്ല. എന്നിട്ടിപ്പോഴും തൃപ്തിയില്ലാതെ നമുക്കിങ്ങനെ നിരാശയുടെ സംഭാഷണം മാത്രം പറയുന്ന ആളുകളുണ്ട്. സുമാർ അഴീക്കോട് സാറ് പറയുന്നുണ്ട്, മലയാളിയുടെ നിരാശ അവരുടെ വാക്കിൽ തന്നെയുണ്ട്. നമ്മളോട് എന്താ സുഖമാണോ എന്ന് ചോദിച്ചാൽ ഏക ശബ്ദം പുറപ്പെടുവിക്കുന്ന ജീവി മനുഷ്യനാണ്, പ്രത്യേകിച്ച് മലയാളിയാണ്. എന്താ? ഓ. ആദ്യം പറയുന്നത് എങ്ങനെയാണ്? ഓ. അങ്ങനെ അങ്ങ് പോകുന്നു. നമുക്ക് ആദ്യം വരുന്ന ശബ്ദം ഓയാണ്. നിരാശ നമ്മുടെ ജീവിതത്തിൽ തന്നെയുണ്ട്. അവിടെയാണ് ഈ കാലേബ് മാതൃകയാകേണ്ടത്. അവൻ യഹോവയോട് ചേർന്ന് നിന്ന് പ്രത്യാശയുടെ തിരി തെളിയിച്ചു. അവൻ തൃപ്തിയുള്ളവനായിരുന്നു, നന്ദിയുള്ളവനായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ തൃപ്തിയുള്ളവരായി, നന്ദിയുള്ളവരായി, യഹോവയാം ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ഏലിയാവിനെ പോലെ തീക്ഷ്ണതയുള്ളവരായി മാറുവാൻ നമുക്ക് ഈ വർഷത്തെ പെരുന്നാളും നമ്മളുടെ ആരാധനയും ഒക്കെ വഴിയും പാലവുമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.